ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പുറ വിശേഷങ്ങളാണ് കേട്ടോ. വേറെ എവിടെയല്ല, എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നോമ്പ് 7-നായിരുന്നു കേട്ടോ നോമ്പുറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ, സ്കിപ്പ് ചെയ്യാണ്ട് നിൽക്കുക കേട്ടോ. വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ എന്നാൽ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ 1 മണിയൊക്കെ ആയപ്പോൾ ഞാനും ഇക്കാൻ്റെ ഉമ്മയൊക്കെ കൂടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇക്കെന്ന് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ലീവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഹാഫ് ഡേ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വെച്ചു. ആൾ പിന്നെ കൽപ്പറ്റന്ന് പിന്നെ ഡ്രൈവ് ചെയ്ത് മേപ്പാടിക്ക് വരണ്ടേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് നമ്മളോട് ബസ്സിന് കൽപ്പറ്റ വരെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോൾ തന്നെ ആൾ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ ഇവരൊക്കെ മാറ്റിച്ച് 1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നിൽക്കേണ്ടി വന്നു കേട്ടോ വണ്ടി കിട്ടാൻ. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ബസ് കിട്ടുന്നത് കുറച്ച് പണിയല്ലേ. പിന്നാണെങ്കിൽ ഓട്ടോയും ബസ്സൊന്നും വരുന്നില്ലേന്ന് കേട്ടോ. അങ്ങനെ ഒരു 1:15 ആയപ്പോഴായിരുന്നു കേട്ടോ നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവൻ കുറച്ച് നേരം അഭിത്താത്താനോടൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മളവിടെ കടയിൽ കുറേ നേരം സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും പിന്നെ ബസ് വന്നു കേട്ടോ. എന്നെ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഈ ബസ് പോകുന്നതൊക്കെ, പ്രത്യേകിച്ചും പ്രൈവറ്റ് ബസ്സിൽ കേട്ടോ. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ 1 പ്രാവശ്യം 2 പ്രാവശ്യമായിട്ടും പോയിരുന്നു കേട്ടോ. അല്ല, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അല്ലേ, നമ്മൾ റിപ്പണിൽ പോയ സമയത്ത് കേട്ടോ. അല്ലാണ്ട് ഇപ്പം നമ്മളങ്ങനെ ബസ് പോക്കില്ലല്ലോ. ഇപ്പം ഇവിടെ പോകണമെങ്കിലും മിക്കുണ്ടാവും. അപ്പം പിന്നെ നമ്മൾ അങ്ങനെ കാറ് പോക്കാണ് കേട്ടോ പതിവ്. അപ്പം ഇതിലിങ്ങനെ പോകുമ്പോൾ അതും പാട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സിനിമാറ്റിക് പാട്ടും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ പാട്ടൊക്കെ കേട്ട് നല്ല ആസ്വദിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം എസക്കും മിച്ചുവിനൊക്കെ നല്ലോണം ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എസനിങ്ങനെ കളിപ്പിക്കുന്നു. കാരണം നമുക്കിനി മേപ്പാട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ ബസ് കയറണം കേട്ടോ. അപ്പം എന്താണെന്നറിയില്ല, നമ്മളവിടെ മേപ്പാട് ഇറങ്ങിയ പാടെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മേപ്പാട് എത്തുമ്പോൾ തന്നെ അവിടെ കൽപ്പറ്റയ്ക്കുള്ള ബസ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വേഗം തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ കയറി കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ലോണം ലേറ്റ് ആവും കൽപ്പറ്റത്താണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് എത്തി കേട്ടോ. ബസ് ഇങ്ങനെ വേഗം എത്തിയപ്പം തന്നെ വേഗം കിട്ടിയോണ്ട് പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ എസെ ഒരു ഭാഗത്ത് ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബസ്സിലും പാട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ബസ് പോകുമ്പോൾ പാട്ട് കേട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബസ്സിലാണെങ്കിലും വണ്ടിയിലാണെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടോ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ എസയും ഉറങ്ങി, പിന്നെ ഇച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ ഫസ്റ്റൊക്കെ കുറച്ച് ഭയങ്കര ഒരു ഇതിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങാണ്ടൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൽപ്പറ്റെത്താൻ നേരത്തേന്ന് കേട്ടോ അവർ രണ്ടുപേരും എണീറ്റിട്ടുണ്ടായിരുന്നത്. നമ്മളിതാ പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ ഉമ്മാനെ സഹായിക്കാന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആൾക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് ആളെന്താക്കി ഉച്ചയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇക്കാൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ. അപ്പം ഉമ്മയും ഇച്ചും കൂടിയിട്ട് സാജിക്കാൻ്റെ അടുത്ത് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അസയാണെങ്കിൽ ആരുടെ അടുത്ത് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഷോപ്പിൽ നിന്ന്. ആക്കൊന്നില്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഇക്ക, അങ്ങനെയാണ് കേട്ടോ. ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും മോനുൻ്റെ അടുത്തോ അല്ലെങ്കിൽ അഞ്ചിൻ്റെ അടുത്തോ ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്നെ ഇച്ചുത് അമ്മു കണ്ടിട്ട് ആൾ വേഗം അമ്മു വേണമെന്നിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുഞ്ഞാവി കടയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനോട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു. പിന്നെ അപ്പോഴേക്കും മോന് പോയിട്ടോ. പിന്നെ ഇച്ചുതാ ഐസ്ക്രീമും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ആൾക്ക് കറക്റ്റ് ഓർമ്മയുണ്ട് എവിടെയാണ് ഐസ്ക്രീം ഉള്ളത് എന്നൊക്കെ കേട്ടോ. പിന്നെ അത് ഞങ്ങൾ കാറ് വർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാനോട് ഇങ്ങനെ പറയുന്നത്, ഇച്ചുവിൻ്റെ സിൽവറിൻ്റെ കേട്ടോ വെള്ളീൻ്റെ ഒരു കൈച്ചെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുളത്തിടൂലേ, കുളത്തിടുന്നതിൻ്റെ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി തരുമോ ചോദിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഉമ്മാൻ്റെ ആങ്ങളുടെ അംസാക്കാനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കാക്കാനോടൊന്ന് സംസാരിച്ചു. പിന്നെ നമ്മൾ ഇവിടെ ഒരു ജ്വല്ലറിയിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ മുമ്പ് ഒരു കടയിൽ കയറിയപ്പം ഇപ്പോഴല്ല, നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്താണ് കേട്ടോ ചോദിക്കുക. അപ്പോൾ അവിടെ അന്ന് വെള്ളീൻ്റെ ഇതില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിലുണ്ട്. അപ്പം പിന്നെ അവരോട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ തട്ടാനോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. അവരെ തട്ടാൻ ബത്തേരിയാണ് കേട്ടോ ഉള്ളത്. അപ്പം വിളിച്ചു ചോദിച്ചപ്പം ഇപ്പം പെട്ടെന്ന് ചെയ്തു തരാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ വേറെ എപ്പോഴെങ്കിലും നമ്മൾ എന്തായാലും ഡ്രസ്സൊക്കെ എടുക്കാൻ നമുക്ക് പോകണമല്ലോ പെരുന്നാക്കേക്ക്. അപ്പം പിന്നെ അപ്പോഴെപ്പോഴെങ്കിലും റെഡിയാക്കാൻ വെച്ചിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇപ്പം നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം പുതിയ ഷോപ്പ് തുടങ്ങുന്ന കാര്യമൊക്കെ പറയുന്നു കേട്ടോ. ഡ്രസ്സിൻ്റെ പുതിയ കട തുടങ്ങി, കല്യാൺ സിൽക്സിൻ്റെ പുതിയ ഷോറൂമൊക്കെ ഇതാക്കുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ആൾ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മളിതാ കമ്പളക്കാട് എത്തിട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. പിന്നെ നല്ല വെയിലിരുന്നു കേട്ടോ. മുമ്പിൽ ഇരിക്കാനേ പറ്റൂല, കാരണം നേരെ സൂര്യൻ വരുന്നത് മുമ്പത്തെ സീറ്റിലേക്കാണ് കേട്ടോ. പിച്ചുവിനെ എങ്ങനെയൊക്കെയോ സോപ്പിട്ട് ബേക്കിലേക്ക് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക വെയിലിൻ്റെ ദിവസങ്ങളാണ് കേട്ടോ. ഇപ്പം നോമ്പ് ആയതുകൊണ്ട് അൽഹംദുലില്ലാ അധികം ക്ഷീണം നമുക്ക് തോന്നുന്നില്ല. നോമ്പ് അല്ലാത്ത സമയത്ത് പെരും ക്ഷീണിക്കുന്നു കേട്ടോ. അപ്പം ഇത് എന്താ പറയുക നല്ലൊരു ദിവസമാണല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഇതും കൊണ്ടേ ഇരിക്കും. ഇപ്പം ക്ഷീണം തോന്നുന്നില്ല കേട്ടോ നോമ്പിൻ്റെ സമയമായതുകൊണ്ട്. അപ്പം വെയിലായതുകൊണ്ട് നമുക്ക് എന്തായാലും റോട്ടും കൂടെ തീരെ നടക്കാനൊന്നും ആവില്ല കേട്ടോ.
അത്രയ്ക്ക് വെയിലാണ്. പിന്നെ അസയും മിച്ചമൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നല്ല ക്ഷീണമായിട്ടുണ്ട്. അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയപാട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണം. അങ്ങനെ വീട്ടിലേക്ക് എത്തിട്ടോ. വീട്ടിലേക്ക് എത്തി പിന്നെ നമ്മൾ കുട്ടികളെയും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് നേരെ പോവുകയാണ് കേട്ടോ. അത് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റോട്ടുമ്പിൽ നിൽക്കുന്നില്ല, ഞങ്ങൾ വേഗം നടന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കിൽ തറവാട്ടിലേക്കൊന്ന് നോക്കണം കേട്ടോ. തറവാട്ടിൽ ചിലപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പം ഈയും കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ മക്കളും ഇവിടെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഓരോടൊക്കെ ഞാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് പോയി നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാമല്ലോ. അങ്ങനെ പിന്നെ അവരൊക്കെ വിളിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെ പൂത്തും ബുഷമ്മായും ഫൗസിമായൊക്കെ നല്ല പണിയിലാണ് കേട്ടോ. അപ്പം പൂത്തത പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഓരോ പണിയിലാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നു ഇപ്പം വീഡിയോ എടുക്കല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം എല്ലാവരും പണീൻ്റെ തിരക്കിലായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഷോളൊന്നും മര്യാദയ്ക്ക് കേൾക്കൂലല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറും അടുപ്പത്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. മസാലയും കാര്യങ്ങളൊക്കെ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വല്യമ്മയും റൂമിൽ കിടക്കുകയും കേട്ടോ. ആക്കും ഭയങ്കര ക്ഷീണമാണ്. പിന്നെ ഞാൻ ചിന്നൂനും കുക്കും ടീഷർട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഈ ഒരു കുക്കുവിൻ്റെ ആ ഒരു ലൈറ്റ് ബ്ലൂ അല്ല വയലറ്റ് കേട്ടോ. അപ്പോൾ ആ ഒരു കളർ കുഞ്ഞാൻക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ചൂടിന് അതും കൂടി ഇടുമ്പോൾ പെരും ചൂടല്ലേ എന്നൊക്കെ സംസാരിച്ചു കേട്ടോ. പിന്നെ അതാ മക്കൾക്ക് കൊടുക്കാൻ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പം ഇറച്ചിപ്പത്തിരിയും കട്ട്ലൈറ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പഴംപൊരി അവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ മാങ്കോൻ്റെ പൾപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂമ്മ. അപ്പം ഞാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ മൂമ്മ വാങ്ങിയത്. പക്ഷേങ്കിൽ ഈ ഒരു ടിന് തീരെ രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം പറയുന്നതിന് എന്താ, ഞാൻ മേപ്പാടി വാങ്ങിയത് കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഉമ്മ വാങ്ങിയത് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ആ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴേക്കും പിന്നെ എന്നോട് വർത്താനൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ ബ്രദർ എത്തിയിട്ടുണ്ട്. ആള് ഫീസൊക്കെ കഴിഞ്ഞ് വരികയായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ കൽപ്പറ്റന്ന് ഞാൻ വിളിച്ചപ്പോൾ ആള് വീട്ടിലെത്താനായി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആളെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതാ ഇവിടെ ഇനി നമ്മളെ ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടോ. ഇനിയിപ്പം ദമ്മിടാൻ പോവാണ്. നമ്മളെ ഇറച്ചിയും റൈസൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കേട്ടോ. അപ്പം ഇവിടെ എല്ലാവർക്കും കുറച്ച് മസാല വേണം കേട്ടോ. അങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഉമ്മച്ചി കുറച്ച് മസാല ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇക്കാൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ ആർക്കും മസാല ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അവിടെ തീരെ മസാല ഉണ്ടാവില്ല. ഇവിടെ പിന്നെ മസാല ഇഷ്ടമുള്ളവരാണ് കേട്ടോ അധിക പേരും. എല്ലാവർക്കും മസാലയാണ്. അപ്പം പിന്നെ ആ ഒരു രീതിയിലാണ് കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അമ്മായിമാർ രണ്ടാളും കൂടിയിട്ടാണ് കേട്ടോ ദമ്മും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ അതിനിടയ്ക്ക് പൂത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും പണിയിലായിരുന്നു. ഞാൻ ഉമ്മച്ചിനെ സഹായിക്കാന്നൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എത്തുമ്പോൾ തന്നെ 3:30 ആയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്കൊരു പണിയൊന്നുമില്ലായിരുന്നു കേട്ടോ. കാര്യം പറഞ്ഞാൽ ഞാൻ ജ്യൂസ് ഒന്ന് കുറച്ചൊന്ന് സെറ്റാക്കി കൊടുത്തത് അല്ലാണ്ട് വേറൊന്നും ഞാൻ സെറ്റാക്കിയിട്ടില്ല കേട്ടോ. ബാക്കി ഇവരെല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായിമാർ രണ്ടാളും ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ ഏട്ടത്തി ഉണ്ടായിരുന്നു, അനിയത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മയും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഫുഡും കാര്യങ്ങളും എല്ലാ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ എത്തുമ്പോഴത്തേക്ക് എല്ലാ പണിയും കഴിഞ്ഞു. ഈ ദമ്മിടലും അതുപോലെ ജ്യൂസ് അടിക്കലും മാത്രമേ കേട്ടോ. പിന്നെ അതായത് ആരുടെ ഇരിക്കുന്നില്ല കേട്ടോ. ഫുൾ കരച്ചിൽ തന്നെയായിരുന്നു. എൻ്റെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ ആള് കരച്ചിൽ കൂടുക കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കുറച്ച് നേരം അസറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് നേരം ഒന്ന് വർത്താനം പറഞ്ഞു കേട്ടോ. പിന്നെ ഇതാ പത്തിരിക്കുള്ള ചിക്കൻ കറിയാണ് കേട്ടോ, തേങ്ങരച്ച ചിക്കൻ കറിയും. പിന്നെ അതുപോലെ തന്നെ ബീഫ് വരട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5:30 കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ ഇറച്ചിപ്പത്തിരി കേട്ടോ. അപ്പം ഒരു 4 തളുവേലോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇറച്ചിപ്പത്തിരി. പക്ഷേ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് കയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കാണാൻ കിട്ടിയിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞിട്ടോ ഞാൻ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ അത് ജ്യൂസൊക്കെ അടിച്ചിട്ട് ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ അത് ഒക്കുന്നുണ്ടായിരുന്നില്ല. 2 വലിയ ചെമ്പേന്ന് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വത്തക്ക ജ്യൂസ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇതാക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഓരോ സംഭവങ്ങളും എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ പൂത്തോടെ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ പ്ലേറ്റിലേക്കും വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇറച്ചിപ്പത്തിരിക്ക് മുറിക്കുന്നുണ്ട്. പിന്നെ അത് ആയിഷുവിൻ്റെയും ഫാത്തിമാൻ്റെയും വീഡിയോസ് ഒന്നും ഇല്ലാണ്ട് അവരുടെ വീഡിയോസും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും അമ്മായിയൊക്കെ കൂടി ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ സംസാരത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ടും ഇച്ചുവിന് കുറച്ച് ഫുഡ് എടുക്കും, എതൊക്കെ കുറച്ച് ഫുഡ് എടുക്കും. പിന്നെ അതിന് ആയിഷുവിന് കൊടുക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെയായിരുന്നു കേട്ടോ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒപ്പം ഒന്ന് കിടക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വല്യമ്മയും ഉമ്മയൊക്കെ അതാ പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ അസ്ലുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആളും ഇക്കൊക്കെ കൂടിയിട്ട് നല്ല സിനിമ കാണാം കേട്ടോ. ഒരു രേഖാചിത്രം കാണുമായിരുന്നു കേട്ടോ. അപ്പം ഇക്ക കുറച്ച് തലേദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അസ്ലുവിൻ്റെ ഒപ്പം ഇതാ ഫസ്റ്റ് മുതൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇച്ചു പിന്നെ ചിന്നുവിൻ്റെ ഒപ്പം തന്നെയായിരുന്നു കേട്ടോ. ആൾക്ക് ചിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മേപ്പായിട്ടുള്ള സമയത്താണെങ്കിലും ഓൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ ആൾക്ക്. പിന്നെ ഓളൊക്കത്തുനിന്ന് മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എണ്ണക്കടികളും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ടേബിളിലേക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ വെച്ചു. കാരണം 6 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ നോമ്പ് തുറക്കാൻ നേരത്ത് നമുക്ക് പായിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയല്ലോ. അപ്പം കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടി ടേബിൾ മേൽ ഇരിക്കാനാവില്ല കേട്ടോ. അപ്പം കുട്ടികളും ആണുങ്ങളും
ആണുങ്ങളും ഹാളിൽ പായിട്ടിട്ടിരിക്കും. പിന്നെ നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും ഈ ടേബിളിലും ഇരിക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നതാ കട്ട്ലേറ്റും പിന്നെ പത്തിരി കേട്ടോ, പത്തിരിയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതാ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ സമയമാകുമ്പോൾ നേരത്തെ ഇതാക്കിയാൽ മതി. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ മക്കൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നിലത്തിട്ട് വെച്ചിട്ടും കാര്യമില്ല കേട്ടോ, ഒരു ഫുള്ളും കച്ചറയാക്കും. അപ്പം പിന്നെ കുറച്ച് ടേബിളിൽ വെച്ചിട്ടേ കാര്യമുള്ളൂ. പിന്നെ ഇതാ ഞാൻ കട്ട്ലേറ്റും കൂടി എടുത്ത് വെക്കാം കേട്ടോ, ബാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഇതവിടെ ആപ്പിൾ മുറിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് തന്നിട്ടുള്ളത് ആരായിരുന്നു? ചിന്നു ആയിരുന്നു കേട്ടോ. കാരണം ഞാനിങ്ങനെ പറയുന്നു, ഞാനുള്ള വീഡിയോ ഒന്നുമില്ല, കാരണം എൻ്റെ വീഡിയോ ഞാൻ തന്നെ എടുക്കണം, അല്ലാണ്ട് വേറെ ആരെങ്കിലും എടുത്തെന്നാൽ മാത്രമേ കേട്ടോ ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ ഓളെടുത്ത് തരികയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതും സെറ്റ് ചെയ്തു. ഇനിയിപ്പം ജ്യൂസും കൂടി ഇതാക്കിയാൽ മതി കേട്ടോ. ജ്യൂസും പിന്നെ അതുപോലെ തന്നെ ആപ്പിളും ഉണ്ടായിരുന്നു. ആപ്പിൾ പിന്നെ നമ്മൾ 6:15 കഴിഞ്ഞതിന് ശേഷം കേട്ടോ മുറിച്ചത്, കാരണം ആ ചുവപ്പ് കളറാവുന്നതുകൊണ്ട് ലേറ്റ് ആയിട്ടിരുന്നു. പിന്നെ ഇവിടെ ചായ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഉമ്മ കുറേ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അമീൻ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിച്ച് വയറ് നിറക്കാൻ കേട്ടോ, ആളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. വന്നപ്പോൾ മുതലേ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ആളോട് എന്തെങ്കിലും കഴിക്കും. പക്ഷേങ്കിൽ ഫാത്തിമ നോമ്പെടുത്തോണ്ട് തന്നെ ഓനിക്ക് നോമ്പാ പറഞ്ഞിട്ട് നടക്കുന്നു കേട്ടോ. പിന്നെ ദാഹിച്ചപ്പോൾ ആൾ തന്നെ സ്വയം വന്നിട്ട് വെള്ളം കുടിക്കാൻ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ മുന്തിരിയും ഇറച്ചിപ്പത്തിരിയും നമ്മൾ പൈനാപ്പിളും വത്തക്കയും പഴംപൊരിയും കട്ട്ലേറ്റും ഒക്കെ സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ അത് ആപ്പിൾ ഉറുമാമ്പഴമൊക്കെ കൂടിയിട്ട് ഒരു പ്ലേറ്റിൽ ചെയ്യുന്നു കേട്ടോ. സെൻറ്ററിൽ ഉറുമാമ്പഴം പിന്നെ അതിൻ്റെ ചുറ്റും ആപ്പിളൊക്കെ ആയിട്ട് ചെയ്യുന്നു കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് റെഡിയാക്കി. ഇനിയിപ്പം സമയമാവാനായിട്ടോ. അപ്പം മക്കളോടൊക്കെ അവിടെ നിന്ന് എണീക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം അവർ എണീറ്റാലേ നമുക്ക് പായം ഒക്കെ വിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഏതന്നെ ഒന്ന് കൊടുക്കുകയൊക്കെ ചെയ്യണം. പക്ഷേങ്കിൽ ആൾ ഫുൾ കരച്ചിൽ ചെയ്യുന്നു കേട്ടോ. ഇടയ്ക്ക് കുഴപ്പമില്ല, ഇടയ്ക്ക് ഭയങ്കര കരച്ചിൽ ചെയ്യുന്നു. ഗിൽസിൻ്റെ അവിടെയൊക്കെ പോയി നിൽക്കും കേട്ടോ, അതിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് പുല്ലൊക്കെ പറിക്കുമ്പോഴാണ് ആൾ എടുത്ത് ഒക്കത്തേക്ക് വെക്കുന്നത് കേട്ടോ. പിന്നെ ഞാനും വലിയമ്മൊക്കെ കൂടിയിട്ട് പായൊക്കെ വിരിച്ചു സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. ഇനിയിപ്പം വെയിറ്റിങ്ങിലാണ് കേട്ടോ. തൻവി എത്തിയിട്ടില്ലായിരുന്നു, പിന്നെ അക്വാക്ക് എത്താനുണ്ട്, അതുപോലെ തന്നെ സാലിംക്കും ഉണ്ട് കേട്ടോ. സാലിംഖാനും വൈഫിനെയും കൂടി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ ആ പായൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പം ഫുഡും കാര്യങ്ങളും കൂടി അതിലേക്ക് വെക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇത് ആദ്യം എത്തിയിട്ടുണ്ട് കേട്ടോ. ഓനും ഒരു 6:30 ആയപ്പോഴായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റെങ്കിലും നേരം നമ്മളെല്ലാവരും കൂടി പായിലിരുന്നു കേട്ടോ. പിന്നെ തൻവി വന്നപ്പോൾ ഇതാ ഓൻ വേഗം എസനെടുത്തു കേട്ടോ. തിരിഞ്ഞ് നിന്നെടുത്തോണ്ട് തന്നെ ആൾ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഓളോട് ഇങ്ങനെ ഇത് വേണോ അത് വേണോ എന്നൊക്കെ ചോദിച്ചോളൊന്ന് കളിപ്പിച്ചു കേട്ടോ. പിന്നെ ഞാനും ചിന്നും കുക്കൊക്കെ കൂടിയിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാണ് കേട്ടോ പായിലേക്ക്. ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല, കുറഞ്ഞ സമയം മാത്രമാണ് കേട്ടോ ഉള്ളൂ. അപ്പം കുട്ടികളോടൊക്കെ വേഗം ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലാണ് നമുക്കൊരു കണക്ക് കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് പിന്നെ സാധനങ്ങൾ വെക്കും വേണം, പിന്നെ അവർ ഇരിക്കുകയൊക്കെ വേണമല്ലോ. അപ്പം ചായ ഇപ്പം വെക്കുന്നില്ല കേട്ടോ, കാരണം 2 ജ്യൂസും ഒരു തരിക്കഞ്ഞിയും ഉണ്ട്. അപ്പം അതന്നെ 3 ഗ്ലാസ് ഉണ്ടാവും ഓരോരുത്തരും ഉണ്ട്. പിന്നെ ചായയും കൂടി ആയാലും ചിലപ്പോൾ മിക്കവാറും മക്കൾ തന്നെ തട്ടി തെറിപ്പിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് ചായ ഇപ്പം ഫ്രണ്ടിൽ വെക്കണില്ല. നോമ്പ് തുറന്നതിന് ശേഷം ഗ്ലാസ് ഒഴിയല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഓരോന്നായിട്ട് വെക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമ്മളെ കടികളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഈത്തപ്പഴം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ മുമ്പിലും വലിയൊരു മുമ്പിലൊക്കെ ഓരോ പ്ലേറ്റ് ആയിട്ട് 2 പ്ലേറ്റ് വീതം എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പം മക്കളോട് കാല് തട്ടരുതെന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനിപ്പം അക്വാക്കൊക്കെ വരാനുണ്ട്, അപ്പം മാങ്ക് കൊടുക്കാനും ആയിട്ടോ. പിന്നെ കാക്ക നമ്മൾ മാങ്ക് ഓർക്കുന്നതിൻ്റെ ആ സമയത്തേന്ന് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ തരിക്കഞ്ഞി ഒരു 5 ഗ്ലാസ്സിലാക്കി വെച്ചു, കാരണം മക്കൾക്ക് ആർക്കും തരിക്കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അവരാരും കുടിക്കില്ല എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞാൻക്കും തൻവിക്കും ആദ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിലും ആരൊക്കെയോ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തരി കുറച്ച് ഗ്ലാസ് നമ്മൾ തിരിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സായങ്കായം കൂടി വരാനുണ്ട്, അപ്പോൾ ഓരും ബാങ്ക് കൊടുക്കുന്നതിന് ശേഷമായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും ടേബിളിൽ ഇരുന്നിട്ടോ വന്നത്. അപ്പം നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അക്വാക്ക് എത്തി. പിന്നെ സാരിമിക്കും വൈഫും മക്കളും എത്താൻ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരും എത്തി. പിന്നെ എല്ലാവരും കൂടി ഇതാ നോമ്പ് തുറക്കാണ് കേട്ടോ. അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് എൻ്റെ കഴിഞ്ഞ നോമ്പിന് നമ്മൾ വീട്ടിൽ നോമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്നെയും ഇക്കാനെയും മാത്രം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇക്കാനെ വിളിച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ മുമ്പൊക്കെ നോമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു നോമ്പറൊക്കെ കഴിക്കുമ്പം കുറേ നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും കൂടുമ്പം കുറേ സംസാരവും കഥകളൊക്കെ പറയുമ്പം നല്ല രസമാണ് കേട്ടോ. അപ്പം ഇപ്രാവശ്യം ഞാൻ എന്നിട്ട് അവരോട് എല്ലാവരും പറയുകയും ചെയ്തു കേട്ടോ, എന്തായാലും നോമ്പർ അടിപൊളിയായില്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു നോമ്പർ അറേഞ്ച് ചെയ്തത് ഞാനായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ അവരോട് ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ കാരണമാണ് നോമ്പർ നട്ട്. കാരണം ഉമ്മ ആദ്യം നമ്മളെ വിളിക്കാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു ഉമ്മ നമ്മൾ കഴിഞ്ഞ കൊല്ലം വിളിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരും കൂടിയിട്ട് വിളിക്കാം, അപ്പോൾ എന്തായാലും ഫംഗ്ഷനായിട്ട് നടത്തുകയല്ലേ,
അപ്പം ചെറുതാണെങ്കിലും ഒരു മൂന്നാളാണെങ്കിൽ നമ്മൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പം പിന്നെ എല്ലാവരും കൂടിയിട്ടും വിളിക്കുക. അപ്പം പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ നോമ്പുകാർക്കാണ് എല്ലാവരും കാണുക. പിന്നെ പെരുന്നാൾക്കും ഉണ്ടാവും കേട്ടോ എല്ലാവരും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തുറന്നു കഴിഞ്ഞ് പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ മരുപുസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡും സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എല്ലാവരും കഴിച്ചു. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ സാലിംഖാനോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ പോയി. പിന്നെ നമ്മളും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഷോപ്പിൽ നിന്ന് മോനൂന് ഫുഡ് വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കടയിൽ പോയ സമയത്ത്. അപ്പോൾ ആൾക്ക് കുറച്ച് ബിരിയാണിയും ഫ്രൂട്ട്സും പിന്നെ ഇറച്ചിപ്പത്തിരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ നമ്മളിതാ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നെ പമ്പ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ചു. ഇനിയിപ്പോൾ നേരെ ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മൾ ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അവിടെ എന്താക്കിയിരുന്നു, പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കൽപ്പറ്റ പാർക്കിലേക്ക് കയറി ഇച്ചുവിനെ കൊണ്ട്. അപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇക്കാനോട് പറഞ്ഞു ഞങ്ങളിന്ന് ആ പാർക്കിൽ ഇരുന്നോട്ടെ, കാരണം കാറിലിരിക്കും ഭയങ്കര ചൂടായിരുന്നു. അപ്പം പിന്നെ പാർക്കാവുമ്പം ഇച്ചും കുറച്ച് നേരം കളിച്ചാലും ആൾ അധികം ബഹളമൊന്നും ചെയ്യൂല കേട്ടോ. അപ്പം ഇച്ചു ഏതൊക്കെ ഉറങ്ങിയിരുന്നു. പക്ഷേങ്കിൽ കൽപ്പറ്റ വണ്ടി നിർത്തിയാൽ അവർ രണ്ടുപേരും എണീക്കും കേട്ടോ. പിന്നെ അവരെയും കൊണ്ട് എന്താക്കി പാർക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ പറയാൻ പറ്റുന്ന വലിയ പാർക്കൊന്നുമില്ല, ചെറിയൊരു പാർക്ക് കേട്ടോ. നമ്മുടെ ഈ വേസ്റ്റ് ഐറ്റംസ് ഉണ്ടാവില്ല, കുപ്പികൾ, പിന്നെ നാശായ മെഷീൻ, അപ്പം അതും കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ പാർക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലങ്ങനെ ഇരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ റസാക്കിയും ഷാഹിദും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പോവുമായിരുന്നു. അപ്പോൾ 9:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് പിന്നെ ഇറങ്ങുമ്പോൾ തന്നെ 9:35 40 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഷോപ്പിലൊക്കെ പോയിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നോമ്പുറ വിശേഷങ്ങളും അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഉച്ച മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇത്. പിന്നെ നേരെ ഇനിയിപ്പം വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനിയിപ്പം വീട്ടിലെത്തി ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട, കാരണം ഞാൻ കുറച്ച് ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.